രാഷ്ട്രീയ കേരളമേ, ഈ മനുഷ്യനെ ഇങ്ങനെ വിട്ടാൽ എന്താണ് ചെയ്യുക? വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിന്റെ മുഖച്ഛായ ഫേസായി, ഫേസ് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്ന കള്ളത്തരങ്ങളെ, പൊള്ളത്തരങ്ങളെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഹോൾഡ് ചെയ്യണ്ടേ ഈ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയ്ക്കായി? ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്നിട്ട് സതീശൻ പറയാ, സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നില്ല. വർഷങ്ങളായി സുധാകരൻ ഫേസ്ബുക്ക് ഡീൽ ചെയ്തിട്ട് അത് മറ്റാരോ ഉണ്ടാക്കിയതാണെന്ന്. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ മുഖ്യധാരാ മാധ്യമം ഫോണിൽ വിളിച്ചു സുധാകരനെ. സതീശൻ ഇങ്ങനെ പറഞ്ഞ്, സതീശൻ എന്നെ വിളിച്ചിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയിട്ടതാണ് എന്ന് സുധാകരൻ പറയുകയും കൂടി ചെയ്യുന്നു. പച്ചയ്ക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ട് നുണ പറയുന്നതിനെ സതീശന്റെ നുണ പറച്ചിൽ, സതീശന്റെ നുണമയം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഈ മനുഷ്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന, UDF എന്ന് പറയുന്ന മുന്നണിയുടെ പാർലമെന്ററി നേതാവായി, പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നയാളാണ്. ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇയാളുടെ ആറ്റിറ്റ്യൂഡിനെതിരെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. എന്തുമാത്രം യാഥാർത്ഥ്യങ്ങളെയാണ് ഇദ്ദേഹം വളച്ചൊടിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളെയും ഇദ്ദേഹം വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ശക്തമായ അഹങ്കാരത്തോടെയുള്ള, കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് കൺസീവ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോഴിക്കോട് അടച്ചിട്ട റൂമിൽ യോഗം കൂടിയിരിക്കുന്നു. ആളുകളുടെ പേര് പോലും പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് കോഴിക്കോട് സീറ്റ് കിട്ടാത്ത നേതാക്കൾ മുഴുവനും ഇങ്ങനെ വലിയ രീതിയിലുള്ള അമർഷത്തിലേക്ക് പോവുകയാണ്. കണ്ണൂരും വലിയ രീതിയിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കെ സുധാകരനെ അനുകൂലിച്ച് ചിലർ, കെ സുധാകരൻ മാറി നിൽക്കണമെന്ന് ചിലർ. കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പറയുന്ന കൂട്ടരായി ഇവർ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഒരു സംശയവും ഒരു നിസ്സംഗതയും ഇല്ലാതെ. അപമാനമാണ് കോൺഗ്രസ്. അവസാനിപ്പിക്കണം ഈ പ്രവണതകളെ. രാഷ്ട്രീയ കേരളമേ, കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കോൺഗ്രസിന്റെ നിലപാടുകളെ കുറിച്ച്, കള്ളത്തരങ്ങളെ കുറിച്ച്. നോക്കൂ, മറുപക്ഷത്ത് 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് സിറ്റിംഗ് MLA-മാരായ ഈ ആളുകളെ മുഴുവനും മാറ്റി നിർത്തുന്നത് M. മുകേഷ് അടക്കമുള്ളവർ, ഷംസീർ സ്പീക്കർ അടക്കമുള്ളവർ ഒക്കെ മാറി നിൽക്കുകയാണ്. ശൈലജ ടീച്ചറിനെ ഉറപ്പായ മണ്ഡലങ്ങളിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റുന്നു. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് 75 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി, ഒരു കല്ലുകടി പോലും ഇല്ലാതെ 10 വർഷം ഭരിച്ച പാർട്ടി ശക്തമായ നിലപാടുകളുമായി, പാർട്ടിയാണ് വലുത്, നിലപാടുകളാണ് വലുതെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോ കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത കൂട്ടരായി കോൺഗ്രസ് മാറുന്നു എന്ന് ചിന്തിക്കാതെ പോയാൽ വരാനിരിക്കുന്ന 5 വർഷങ്ങൾ നമ്മൾ തകർന്നടിയും. ഇവിടെ തകർന്നടിയും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് മുതൽ, മുഖ്യമന്ത്രി കസേര മുതൽ, ഉപമുഖ്യമന്ത്രി കസേര മുതൽ അടപടലം പ്രശ്നങ്ങളായി കോൺഗ്രസ് മാറുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടി വരും നമ്മൾ. രാഷ്ട്രീയ കേരളമേ, മാറിപ്പോകരുത് നമ്മുടെ വോട്ട്. മാറാതെ കാത്തു സൂക്ഷിക്കണം ഈ ഭരണത്തെ നമ്മൾ.